ഹലോ ഗായ്സ്, അപ്പോൾ ഈ കാണുന്ന ആളെ മനസ്സിലായോ? ഇതാണ് നമ്മുടെ തമ്പുരുപ്പൂച്ച കേട്ടോ. തമ്പുരുപ്പൂച്ചയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊരാളാണ് കേട്ടോ അന്ന, മറ്റൊരാൾ നമ്മളുടെ കൂടെ ഇപ്പോൾ ഇല്ലേ. ഈ കാണുന്ന പൂച്ചയില്ലേ, ഇതാണ് നമ്മുടെ തമ്പുരുവിൻ്റെ ഭർത്താവ് കേട്ടോ, അഥവാ നമ്മുടെ അന്നയെന്ന് പറഞ്ഞ പൂച്ചയുടെ അച്ഛൻ. ഇന്ന് ആശാൻ വന്നേക്കുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ, അതിൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയാണേ. അതായത് നമ്മുടെ തമ്പുരുപ്പൂച്ച വീണ്ടും ഗർഭിണിയായിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്ക് 2 കുഞ്ഞുങ്ങളാണ് ഇത്തവണത്തെ പ്രസവത്തിൽ ഉണ്ടായിരുന്നത്. ഇവള് പ്രസവിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ ഇവിടെ തന്നെയാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ എണീറ്റ് വന്ന് സൗണ്ട് കേട്ടപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ കുഞ്ഞുങ്ങളുള്ള കാര്യം. അങ്ങനെ നമ്മുടെ തമ്പുരുപ്പൂച്ച വീണ്ടും അമ്മയായിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന തിരക്കിലാണ് അവള്. തമ്പുരുപ്പൂച്ച ഒരുപാട് പ്രസവിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു വെള്ള കുഞ്ഞിനെ കിട്ടുന്നത്. അങ്ങനെ ആശാൻ കുഞ്ഞുങ്ങളെ ഭാര്യയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ അവരോടൊപ്പം ഒരുപാട് സമയം ചെലവഴിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ആശാൻ മടങ്ങിയത്. നമ്മുടെ തമ്പുരുപ്പൂച്ച ഗർഭിണിയായ സമയത്ത് അന്നയെ അത്ര മൈൻഡൊന്നും ചെയ്യത്തുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പൊ ഗർഭിണിയൊക്കെ ആയി പ്രസവിച്ചതിന് ശേഷം അന്നയോട് ഭയങ്കര സ്നേഹമാണ് തമ്പുരുവിന്. അങ്ങനെ ഉച്ച സമയം ആയപ്പോഴേക്ക് നല്ല സ്നേഹത്തില് അവളെ തലോടുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും തമ്പുരു അന്നയെ പഴയ പോലെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉച്ച മയക്കത്തിലോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ അന്ന. അങ്ങനെ ഒരു നല്ല ഉറക്കത്തിന് ശേഷം അന്ന എണീച്ച് വരാൻ നേരത്താണെങ്കിൽ പുതിയ കുഞ്ഞുങ്ങളെ അവളെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. അവളുടെ കൂടപ്പിറപ്പുകളാണ് ഇവർ രണ്ടും. ആദ്യം നമ്മുടെ ചേച്ചി പെണ്ണായ അന്ന തിരിഞ്ഞു പോയെങ്കിലും പിന്നീട് കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങളെ 2 പേരെയും തിരികെ തള്ളയുടെ അടുത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയുടെ പാലും കുടിച്ചതേ 2 കുഞ്ഞുങ്ങളും കിടന്നുറങ്ങുകയാണ് കേട്ടോ. 2 കുഞ്ഞുങ്ങളും കണ്ണു തുറക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലേ, അതുകൊണ്ട് എപ്പോഴും അമ്മയുടെ കൂടെ തന്നെയാണ്. അപ്പം പുതിയ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.